9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോ എനിക്കപ്പം അത് ഭയങ്കര ഒരു ചൈൽഡിഷ് ചൈൽഡിഷ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്താ പറയുക, എനിക്ക് ആ സമയത്ത് ബോധമില്ല എന്ന് പറയാം. സത്യമായിട്ട് സ്വാഭാവികം. അപ്പം ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുമ്പോ തന്നെ ഇഷ്ടം ആഗ്രഹം പറഞ്ഞു. എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ തന്നെ അവൻ അങ്ങോട്ട് പോയി പറഞ്ഞു. എന്റെ തോട്ടം എന്ന് വെച്ചാൽ ഓക്കെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് പോകുന്നതൊക്കെയാണ്. ഇല്ല എന്നിട്ട് ഒരു ഇൻസ്റ്റൻസ് ഞാൻ പറയാം, ജഡ്ജ് ചെയ്യരുത് കേട്ടോ. ഒരു ദിവസം ഞാൻ ആദ്യം അങ്ങനെ സംസാരിക്കണം അങ്ങനെ അങ്ങോട്ട് പോറൊന്നുമില്ല. അപ്പം ഒരു ദിവസം വന്നിട്ട് നമ്മൾ അവനെ ഭയങ്കര ഡിസ്റ്റൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ എന്നിട്ട് കുറച്ചുകൂടെ അടുത്ത് നിന്നിട്ട് ഇപ്പോഴോ എന്ന് ചോദിച്ച ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മടുത്തിട്ടാന്ന് തോന്നുന്നത്. വേണ്ട അങ്ങനെയുള്ള സംസാരങ്ങളൊന്നുമില്ല, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ തന്നെ പോയി. അങ്ങനെ പ്രത്യേകിച്ച് സംസാരങ്ങളൊന്നും എന്റെ ഇടയ്ക്ക് ഇല്ലണ്ടായോ? 9th വെച്ച് തന്നെ എത്ര മാസങ്ങൾ ഇഷ്ടമാണെന്ന് പോയത് അറിയില്ല. പുതിയ പ്രണയത്തിലേക്ക് ഞാൻ വരാം കേട്ടോ, ഇവിടെ നിന്ന് കേൾക്കട്ടെ. എനിക്കിങ്ങനെ ഇതേ പറഞ്ഞ പോലെ ബോധമില്ലാത്ത കാലത്ത് അങ്ങനെ പിന്നെ ഞാൻ പ്രണയം എന്ന് വെച്ചാൽ ഇങ്ങനെ ഫീലിംഗ് ഒന്നല്ല, പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് വെച്ചാ എനിക്ക് ഇന്ന ആള് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് ഒരാളോട് പറഞ്ഞത് ഞാൻ അംഗനവാടി പഠിക്കുമ്പോ പക്ഷെ അത് ഫീലിംഗ് ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ പറയല്ലോ എനിക്ക് ആള് ഭയങ്കര ഇഷ്ടാ അങ്ങനെ അംഗനവാടി പഠിക്കുന്ന സമയത്ത് യെസ് താങ്ക് യു. അപ്പൊ എനിക്ക് ഒരു എന്റെ കൂടെ ഉള്ളൊരു പയ്യൻ, അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മയോടൊക്കെ പറയായിരുന്നു, അമ്മ എനിക്ക് ആള് ഭയങ്കര ഇഷ്ടാ, ഞാൻ വലുതാകുമ്പോ ഞാൻ കല്യാണം കഴിക്കുമല്ലോ എന്നൊക്കെ പറയാം. അതിപ്പോ പറഞ്ഞാൽ ഇപ്പോഴും കളിയാകും. അത് ആ സമയത്തില്ല, ഇനി അങ്ങനെ വരുമ്പോ തന്നെ ഇതുപോലെ ബോധമില്ല സമയത്ത് വെറുതെ രസല്ലേ. അനശ്വരയുടെ ഇന്റർവ്യൂവിന് വരുമ്പോഴത്തേക്ക് അനശ്വരയുടെ അമ്മയ്ക്ക് തന്നെ പേടി, എന്തൊക്കെയാണോ വിളിച്ചു പറയോ അല്ലേ. ഇന്ന് എന്നെ ഒന്ന് കണ്ടിട്ട് ഹായ് പറഞ്ഞിട്ടോ ഓക്കെ. നിങ്ങൾ വളരെ യങ് ജനറേഷനിൽപ്പെട്ട രണ്ടാൾക്കാരാണ്. ഇപ്പോ ഒത്തിരി കാഴ്ചപ്പാടുകളൊക്കെ ഒത്തിരി മാറിയ ആൾക്കാരാണ്. ഒരു പ്രണയ ഉപദേശം ഒരു മുതിർന്ന തലമുറയ്ക്ക് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് കൊടുക്കും? എനിക്കൊന്ന് ആലോചിക്കണം. നീ പറഞ്ഞു നമുക്കൊന്ന് ആലോചിക്കണം. നമ്മള് ഒരു ടോക്സിക് ലവിനും അല്ലാത്തതിനും ഹെൽത്തി ലവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് മുന്നോട്ട് പോകും. അത് ആക്ച്വലി ഭയങ്കര പാടാണ്. അത് എന്താ സംഭവം വെച്ചാല് ഞാൻ പറയാം, ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ് വെച്ചാല് ആരും ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും കൂടുതൽ ചെയ്യുക, നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് കാണിക്കാൻ നോക്കും. കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കമ്മിറ്റഡ് ആയി കഴിയുമ്പോഴത്തേനായിരിക്കും ഓക്കെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് മാറാം. അപ്പൊ നന്നായിട്ടുണ്ടല്ലേ? അല്ല ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വെച്ചാല് അങ്ങനെ ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു ഇഷ്ടപ്പെടുന്നുണ്ട് സത്യമായിട്ടും. ഒരാൾ വരുമ്പോഴേ അറിയാം